സന്നിധാനത്ത് സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതിക്ക് നിയമനം നൽകിയ ഉത്തരവ് റദ്ദാക്കി. ADGP ആണ് ഉത്തരവ് റദ്ദാക്കിയത്. നെടുമ്പാശ്ശേരി സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതി SI R കൃഷ്ണകുമാറിനെ നിയമിച്ച നടപടിയാണ് റദ്ദാക്കിയത്. ഹൈക്കോടതി റിപ്പോർട്ട് ആവശ്യപ്പെട്ടതിന് പിന്നാലെയാണ് തീരുമാനം. വിവരങ്ങളുമായി ഡാൻ കുര്യൻ ചേർന്നുണ്ട്. ഡാൻ, അതീവ ഗുരുതരമായിട്ടുള്ളൊരു വീഴ്ചയായിരുന്നു ഈ സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതിക്ക് സന്നിധാനത്ത് നിയമനം നൽകിയ സംഭവം. ഇത് വിവാദമായതിന് പിന്നാലെ, ഹൈക്കോടതി റിപ്പോർട്ട് ആവശ്യപ്പെട്ടതിന് പിന്നാലെ ആ ഉത്തരവ്, വിവാദ ഉത്തരവ് റദ്ദാക്കിയിട്ടുണ്ട്. എന്താണ് തീരുമാനം? തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസമാണ് ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ വലിയ തരത്തിൽ ചർച്ചയായി മാറിയത്. അത്തരത്തിൽ ഈ കേസിൽ പ്രതിയായ ഒരാൾക്ക്, സ്വർണ്ണക്കടത്ത് കേസിൽ പ്രതിയായ ഒരാൾക്ക് അവിടെ എങ്ങനെ വീണ്ടും ഇത്രയധികം സുരക്ഷിതമായ ഒരു മേഖലയിൽ വീണ്ടും ഈ ജോലിക്കെത്താനായി ഔദ്യോഗികമായ ഒരു റിപ്പോർട്ട് അയാൾക്ക് അനുകൂലമായി നൽകിയെന്നതാണ് ഈ വിവാദങ്ങൾക്ക് അടിസ്ഥാനമായി മാറിയത്. അതിനൊടുവിലാണ് ഇപ്പോൾ ആ ഉത്തരവ് വലിയ തരത്തിൽ ചർച്ചയായി മാറുകയും അത് വിവാദങ്ങൾക്ക് വഴിവെക്കുകയും ചെയ്ത പശ്ചാത്തലത്തിൽ ADGP തന്നെ SI R കൃഷ്ണകുമാറിൻ്റെ നിയമനം റദ്ദാക്കിക്കൊണ്ട് ഉത്തരവിറക്കിയിരിക്കുന്നത്. ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് ആവശ്യപ്പെടുന്ന ഉൾപ്പെടെയുള്ള പരാമർശങ്ങൾ ഉണ്ടായതിന് പിന്നാലെയാണ് ഇത്തരമൊരു നീക്കം ഇപ്പോൾ ഈ ADGPയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് എന്നതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. എന്തായാലും ഈ സമീപകാലത്ത് ശബരിമലയുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്ന വിവാദങ്ങളും അതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന അന്വേഷണങ്ങളും എല്ലാം കൃത്യമായി തന്നെ ഹൈക്കോടതി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ആണ് ഈ ആരോപണ വിധേയനായിട്ടുള്ള ഉദ്യോഗസ്ഥനെ അവിടെ നിയമിക്കാനുള്ള ഒരു ഉത്തരവ് ഉണ്ടാകുകയും അതിൽ കോടതിയുടെ കൃത്യമായൊരു ഇടപെടൽ ഉണ്ടാകുകയും ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഈ നിയമന ഉത്തരവ് റദ്ദാക്കേണ്ട തരത്തിലേക്ക് ADGPയെ ഈ കാര്യങ്ങൾ എത്തിക്കുകയും ചെയ്തിരിക്കുന്നത്. ടോം, ഞാൻ അതോടൊപ്പം ഈ ശബരിമല സ്വർണ്ണപ്പാളി കവർച്ചാ കേസിലെ 4-ാം പ്രതിയും ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറിയുമായിട്ടുള്ള തിരുവാഭരണം കമ്മീഷണറുമായിരുന്ന ജയശ്രീയുടെ മുൻകൂർ ജാമ്യാപേക്ഷ പത്തനംതിട്ട സെഷൻസ് കോടതി തള്ളിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ജയശ്രീയുടെ അറസ്റ്റും ഉടനുണ്ടാകുമോ? അറസ്റ്റ് ആകുകയോ അല്ലെങ്കിൽ അതല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് ആദ്യം ചോദ്യം ചെയ്യാനായി വിളിച്ചു വരുത്തിയ ശേഷം ഒരുപക്ഷെ തുടർ നീക്കങ്ങളിലേക്ക് കടക്കാനുള്ളൊരു സാധ്യതയാണ് നിലനിൽക്കുന്നത്. കാരണം പത്മകുമാറിൻ്റെ, മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാറിനെയും സമാനമായ തരത്തിൽ ചോദ്യം ചെയ്യാനായിട്ടാണ് വിളിച്ചു വരുത്തുന്നത്. ചോദ്യം ചെയ്യാൻ ഹാജരാക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് നോട്ടീസ് നൽകിയത്. പക്ഷേ അത് കൃത്യമായി മുഖവിലയ്ക്ക് എടുത്തുകൊണ്ട് അന്വേഷണ സംഘം ആവശ്യപ്പെട്ട സമയത്ത് ചോദ്യം ചെയ്യലിന് ഹാജരാക്കാൻ കഴിയില്ല എന്ന് പത്മകുമാർ അറിയിക്കുകയായിരുന്നു. തനിക്ക് വ്യക്തിപരമായ അസൗകര്യമുള്ളതിനാൽ സാവകാശം വേണമെന്നതായിരുന്നു ആവശ്യം. അതുകൊണ്ട് തന്നെ പത്മകുമാറിനെ വിശദമായി ചോദ്യം ചെയ്ത് തുടർ നീക്കങ്ങളിലേക്ക് കടക്കുക എന്നതാണ് SITക്ക് മുമ്പിൽ ഇനിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം. കാരണം പത്മകുമാറിൽ നിന്ന് കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ ലഭിക്കും. ഈ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുമെന്ന പ്രതീക്ഷയിലാണ് അന്വേഷണ സംഘം. പത്മകുമാറിൽ നിന്ന് പിന്നീട് ജയശ്രീയിലേക്ക് എത്താനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. അതിനു മുമ്പ് തന്നെ ജയശ്രീയെ കസ്റ്റഡിയിലെടുക്കുകയോ അല്ലെങ്കിൽ അറസ്റ്റ് രേഖപ്പെടുത്തുകയോ ചെയ്യുന്ന തുടർ നീക്കങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വിരളമാണ് എന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന സൂചന. എന്തായാലും മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ട് കോടതിയുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലൊരു പരാമർശം ഉണ്ടായിരിക്കുന്നത് ജയശ്രീയെ സംബന്ധിച്ച് തിരിച്ചടി ഉണ്ടാക്കുന്ന കാര്യമാണ്. അങ്ങനെയുണ്ടെങ്കിൽ ഏത് സമയത്തും അന്വേഷണ സംഘത്തിൻ്റെ ഒരു ഇടപെടൽ ജയശ്രീക്ക് ഈ കേസുമായുള്ള ബന്ധം തെളിയിക്കുന്നതിന് വേണ്ടി വിശദമായ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നോട്ടീസ് നൽകുന്ന അടക്കമുള്ള തുടർ നീക്കങ്ങൾ SITയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്ന് തന്നെയാണ് ലഭിക്കുന്ന വിവരങ്ങൾ. തീർച്ചയായും ഡാൻ, അങ്ങനെയെങ്കിൽ കൂടുതൽ ഉന്നതർ ഈ കേസ് അന്വേഷണത്തിന്റെ ഭാഗമായി കുടുങ്ങുന്നു, കൂടുതൽ പേരുടെ അറസ്റ്റ് ഉണ്ടാകും. നേരത്തെ ഡാൻ സൂചിപ്പിച്ചതുപോലെ പത്മകുമാറിൻ്റെ അറസ്റ്റ് ഉൾപ്പെടെ ഉണ്ടായ, പ്രത്യേകിച്ചും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കെ അത് CPMന് അത് എങ്ങനെ പ്രതിരോധിക്കാൻ കഴിയും? കാരണം ഇതിന് പാർട്ടിക്ക് പങ്കില്ല, പാർട്ടി നേതാക്കൾക്ക് ഇതിൽ പങ്കില്ല എന്നൊക്കെ പറയുമ്പോഴും ദേവസ്വം ബോർഡിലെ പല ഉന്നതരും അല്ലെങ്കിൽ ഉന്നത പദവി വഹിച്ചിരുന്നവർ പ്രതിപട്ടികയിലേക്ക് വന്നപ്പോൾ അതിനെ പ്രതിരോധിച്ച പാർട്ടിക്ക്, പക്ഷേ അറസ്റ്റ് ഉണ്ടായാൽ അതിനെ എങ്ങനെ പ്രതിരോധിക്കാൻ കഴിയും? ഡാൻ, അതിൽ പാർട്ടി നേതൃത്വം കൃത്യമായി ഈ ഒരു വിഷയത്തിൽ പത്മകുമാർ ഒരുപക്ഷെ പ്രതിരോധത്തിലാണ്, അല്ലെങ്കിൽ പത്മകുമാറിലേക്ക് അന്വേഷണം എത്തും, ചോദ്യം ചെയ്യുന്ന ഉൾപ്പെടെയുള്ള തുടർ നീക്കങ്ങൾ പത്മകുമാറിൻ്റെ കാര്യത്തിൽ ഉണ്ടാകുമെന്ന കാര്യം നേരത്തെ തന്നെ സർക്കാർ വൃത്തങ്ങൾ കൃത്യമായി തന്നെ തിരിച്ചറിഞ്ഞതാണ്. ഇടതുപക്ഷ മുന്നണിയും അത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ പ്രതിരോധം തീർക്കാനുള്ള നീക്കങ്ങൾ നടത്തുന്നത്. എന്തായാലും
അന്വേഷണത്തിൻ്റെ ഉദ്ദേശശുദ്ധിയെ ചോദ്യം ചെയ്യാൻ കഴിയാത്ത തരത്തിലേക്ക് ആ നടപടി അങ്ങനെയെങ്കിൽ വ്യാഖ്യാനിക്കപ്പെടും. അതിന് തന്നെയായിരിക്കും സർക്കാർ മുൻഗണന കൊടുക്കുക. അതായത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ തരത്തിൽ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള പ്രചാരണ വിഷയമായി മാറിയിരിക്കുന്ന പശ്ചാത്തലത്തിൽ പത്മകുമാർ ഉൾപ്പെടെയുള്ളവരിലേക്ക് അന്വേഷണം നീളുന്ന ഒരു സാഹചര്യം പ്രതിപക്ഷ കക്ഷികൾ വലിയ തരത്തിൽ രാഷ്ട്രീയ പ്രചാരണ വിഷയമാക്കും. അവിടെ സർക്കാർ അതിന് മുന്നിൽ പ്രതിരോധം തീർക്കുക. ഇതുമായി ബന്ധപ്പെട്ട് ഇതുവരെ നടത്തിയിട്ടുള്ള അന്വേഷണത്തിലെ കണ്ടെത്തലുകളും നടത്തിയിട്ടുള്ള അറസ്റ്റുകളും ചൂണ്ടിക്കാണിച്ചുകൊണ്ടാകും. അതായത് ഏത് ഉന്നതനായാലും മുഖം നോക്കാതെ നടപടിയെടുക്കും. അതാണ് സർക്കാരിൻ്റെ നിലപാട് എന്ന കാര്യം വിശദീകരിക്കാനുള്ള ഒരു നീക്കമായിരിക്കും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുക. അത്തരത്തിൽ ഉയരുന്ന വിമർശനങ്ങളെ പ്രതിരോധിക്കാൻ ഈ ഒരു പ്രചാരണം കൊണ്ട് കഴിയുമെന്ന വിലയിരുത്തലാണ് സർക്കാരുള്ളത്. അതോടൊപ്പം ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഹൈക്കോടതിയുടെ നിരീക്ഷണം ഈ വിഷയത്തിൽ നിലനിൽക്കുന്നതിനാൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഒളിച്ചുകളികൾ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള മറ്റ് സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങുക എന്ന് പറയുന്നത് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കഴിയാത്തൊരു പശ്ചാത്തലമാണ്. മാത്രമല്ല കോടതി തന്നെ സ്വമേധയാ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവിടെ അവർ നടത്തുന്ന കൃത്യമായ നിരീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ കോടതിയുടെ സംശയങ്ങൾ അടക്കം ദൂരീകരിച്ചുകൊണ്ടാണ് അന്വേഷണം ഓരോ ഘട്ടത്തിലും മുമ്പോട്ട് പോകുന്നത്. നിലവിൽ 2 ഇടക്കാല റിപ്പോർട്ടുകൾ സമർപ്പിച്ചു കഴിഞ്ഞു. അടുത്ത ഇടക്കാല റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് മുൻപ് പത്മകുമാറിനെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുകയോ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തുകൊണ്ട് അറസ്റ്റിലേക്ക് കടക്കുകയോ ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകാം. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ പിന്നീട് അങ്ങോട്ട് ഉണ്ടാകാൻ പോകുന്ന വിവാദങ്ങളാണ് ഇനി ഏറ്റവും ആകാംക്ഷ ഉണർത്തുന്നത്. രാഷ്ട്രീയ കേന്ദ്രങ്ങളിലടക്കം ആകാംക്ഷ ഉണർത്തുന്ന അക്കാര്യമാണ്. പത്മകുമാർ ഏതെങ്കിലും തരത്തിൽ ഒരു പ്രകോപനപരമായ മറുപടികളിലേക്ക് കടക്കുകയോ അതല്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ പറ്റി നടത്തിയതുപോലെ ഏതെങ്കിലും തരത്തിലുള്ള വെളിപ്പെടുത്തലുകൾ ഇതുമായി ബന്ധപ്പെട്ട് പിന്നീട് നടത്തുകയോ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായാൽ അതുണ്ടാക്കാൻ പോകുന്ന പൊല്ലാപ്പ് ചെറുതായിരിക്കില്ല. എന്തായാലും അന്വേഷണ സംഘം ഉടൻ തന്നെ പത്മകുമാറിനെ വിശദമായി ചോദ്യം ചെയ്യുമെന്നാണ് അറിയുന്നത്. തൻ്റെ ഒരു അടുത്ത ബന്ധുവിൻ്റെ മരണം സംഭവിച്ചതിനാൽ കഴിഞ്ഞ ദിവസം നോട്ടീസ് നൽകിയ സമയത്ത് ഹാജരാകാൻ കഴിയില്ല എന്ന് ഉദ്യോഗസ്ഥരെ പത്മകുമാർ അറിയിച്ചിരുന്നു. പക്ഷേ ഇനിയും ആ സാവകാശം നീട്ടി നൽകാനിടയില്ല. അങ്ങനെയെങ്കിൽ പത്മകുമാർ സ്വമേധയാ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ തയ്യാറാകാതിരിക്കുന്ന ഒരു സാഹചര്യം എത്തിയാൽ അന്വേഷണ സംഘം SP ശശിധരന്റെ നേതൃത്വത്തിൽ പത്മകുമാറിനെ കസ്റ്റഡിയിലെടുത്ത് തുടർ നീക്കങ്ങളിലേക്ക് കടക്കാനുള്ള സാധ്യതയാണ് മുമ്പിൽ നിൽക്കുന്നത്. യെസ് വ്യക്തമാണ്. ഡാൻ കുര്യനാണ് തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങൾ നൽകി.